ചിക്കുർമാനിസ് അഥവാ മലയ ചീര. മൾട്ടി വൈറ്റമിൻ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചിക്കുർമാനിസ് ഫിലന്തേസി സസ്യകുടുംബത്തിൽപ്പെട്ടതാണ്. കുറ്റിച്ചെടികൾ, ചെറുമരങ്ങൾ, വൃക്ഷങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഒരു സസ്യകുടുംബമാണ് ഫിലന്തേസി. സാറോപ്സ് ആൻഡ്രോഗൈനസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചിക്കുർമാനിസ് നാട്ടിൻപുറങ്ങളിൽ ഏകദേശം 3 മീറ്റർ ഉയരത്തിലും വനപ്രദേശങ്ങളിൽ 6 മീറ്റർ ഉയരത്തിലും വളരുന്നു. മലയച്ചീര, മധുരച്ചീര, ബ്ലോക്കുചീര, വേലിച്ചീര, പാണ്ടി മുരിങ്ങ, മൈസൂർ ചീര എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്നു ചിക്കുർമാനിസ്. ഇന്ത്യ, നേപ്പാൾ, ചൈന, ശ്രീലങ്ക തുടങ്ങി മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും സമൃദ്ധമായി കാണപ്പെടുന്നു. കേരളത്തിൽ ഏത് കാലാവസ്ഥയിലും കർഷകർക്ക് ഒരു ദീർഘകാല വിളയായി വളർത്താൻ കഴിയുന്നു ചിക്കുർമാനിസ്. നാട്ടിൻപുറങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പുരയിടങ്ങളുടെ അതിരുവേലിയായി വളർത്തുന്നതും ഒരു സാധാരണ കാഴ്ചയാണ്. പച്ച നിറത്തിൽ ചെറിയ ലാറ്ററൽ ശാഖകളിലുള്ള ഇലകൾ ദീർഘവൃത്താകൃതിയിലുള്ളതും അഗ്രം കൂർത്തതുമാണ്. ഇവ 3 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നു. ഏപ്രിൽ ജൂലൈ മാസങ്ങളിലാണ് ചിക്കുർമാനിസ് പുഷ്പിക്കുന്നത്. ഒരേ ചെടിയിൽ തന്നെ പെൺപൂക്കളും ആൺപൂക്കളും ഉണ്ടാകുന്നു. വെളുപ്പ് കലർന്ന ചുവന്ന പൂക്കൾ ദളങ്ങളില്ലാത്തവയും ചെറുതും ഇലത്തണ്ടിനോട് ചേർന്ന് ഉണ്ടാകുന്നവയുമാണ്. ഗോളാകാരത്തിൽ വെളുപ്പ് കലർന്ന ചുവപ്പ് നിറത്തിലുള്ള ചെറിയ പഴങ്ങൾ പാകമാകുമ്പോൾ തനിയെ പൊട്ടി വിത്തുകൾ പുറത്തു വരുന്നു. ഉയർന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ശേഷിയുള്ള ഒരു ഔഷധ സസ്യമാണ് ചിക്കുർമാനിസ്. ഇതിൻ്റെ ഇലകൾ ഒരു പച്ചക്കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. പരമ്പരാഗതമായി ചിലതരം രോഗങ്ങൾ ചികിത്സിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനുമുള്ള ഔഷധമായും ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നു. സൂക്ഷ്മ പോഷകങ്ങൾ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങി നിരവധി അവശ്യധാതുക്കളും കൂടാതെ ധാരാളം നാരുകളും ഈ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാത്തരം മണ്ണിലും കൃഷി ചെയ്യാവുന്ന ഇതിൻ്റെ മേൽത്തരം കമ്പുകളാണ് സാധാരണയായി നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. കാലവർഷത്തിൻ്റെ ആരംഭമാണ് ഈ സസ്യത്തിൻ്റെ കമ്പുകൾ നടാൻ അനുകൂല സമയം. ഇളം മൂപ്പെത്തിയ കമ്പുകൾ 30 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ച് 1 അടി താഴ്ചയിൽ ചാലുകൾ കീറി അതിൽ ജൈവവളം ചേർത്ത് മണ്ണിട്ട് അതിനു മുകളിൽ കമ്പുകൾ നടാവുന്നതാണ്. വരൾച്ചയെ ചെറുക്കാൻ കഴിവുണ്ടെങ്കിലും വേനൽക്കാലത്ത് നനയ്ക്കുന്നത് ചെടികൾ പുഷ്ടിയോടെ വളരുന്നതിന് സഹായിക്കും. കമ്പുകൾ നട്ട് 3-4 മാസങ്ങൾക്കുള്ളിൽ ആദ്യം വിളവെടുക്കാം. വീണ്ടും നേരിയ തോതിൽ വളമിടുന്നത് തുടർ വളർച്ച വേഗത്തിലാക്കും. വളരെ പ്രയോജനപ്രദമായ മലയച്ചീര നമുക്കും നട്ടുവളർത്താം. ഒരു തൈ നടൂ, പ്രകൃതിയെ സംരക്ഷിക്കൂ. Thanks for watching. Please subscribe IMAS Plants World.